മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇസ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ അമീൻ. ബഹുമാനാദരഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന വേദിയിൽ ഖുർആൻ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൗഫീഖ് നൽകിയ നാഥന് സർവസ്തുതിയും അൽഹംദുലില്ലാഹ് മിനൽ മുതഫദ്ദിൽ. ബഹുമാന്യരെ, പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനും ഒരു കാട്ടാള സമൂഹം ചേർന്ന് ലോകത്തിനെ പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാനാവില്ല. ആ പരിഷ്കൃതരും പരുക്ക പ്രകൃതക്കാരന്മാരുടെ ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധികർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകളാക്കി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോകജനതയ്ക്ക് നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. വിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം കേന്ദ്രമല്ല, മറിച്ച് മാനുഷികതയാണ് അത് അഭിസംബോധന ചെയ്യുന്നത്. കാല, ദേശ, ഭാഷ, വർഗ വിവേചനങ്ങൾക്കെതിരെയുമായി മാനുഷികതയാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. യാ അയ്യുഹന്നാസ് എന്ന സൂക്തത്തിൽ ഖുർആൻ അടിവരയിടുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, എല്ലാ നിലയിലും അനാചാരത്തിലും ജീവിച്ച് സ്വന്തം രക്തത്തിൽ പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അപമാന നിമിത്തം കുഴിച്ചു മൂടി അഭിമാനത്തോട് കൂടി വിളിച്ചു പറഞ്ഞിരുന്ന കാലം. അയൽവാസിയുടെ വീട്ടിലേക്ക് തന്റെ ഒട്ടകം കടന്നാൽ അതിന്റെ പേരിൽ വർഷത്തോളം യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരായ ജനത, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുഴിമാടത്തിന് മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരി വള്ളിയുടെ വേരുകൾ നുരമ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അസ്ഥിപഞ്ജനങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞൊരു ജനത. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലേവലേശ നന്മകളില്ലാതായിരുന്ന ജനത ജീവിതത്തിൽ അടിപിടിയും പെണ്ണുപിടിയും കള്ളുപിടിയും ലക്ഷ്യമാക്കി അതിനുവേണ്ടി എന്തനീതിയും എന്തക്രമവും എന്തസഭ്യവും എന്തശ്ലീലവും വിളിച്ചു പറയാൻ തയ്യാറാകുന്ന കാലത്തെ ഹൃസ്യകല്ലം കൊണ്ട് ഖുർആൻ നക്ഷത്ര തുല്യരാക്കി സംസ്കരിച്ച് ഉദ്ധരിച്ചേറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷരാക്കി മാറ്റി. ബൗദ്ധത്വവും തച്ചന്യമായ എല്ലാ അനാചാരങ്ങളും കീഴടക്കി ഓരോ നാട്ടിലും വീട്ടിലും എണ്ണമറ്റ വിഗ്രഹങ്ങളുണ്ടായിരുന്ന സമയം അവയെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരവും നിഷ്കാസനവും ചെയ്യുന്നതിന് ഖുർആൻ സ്വീകരിച്ച ഏറ്റവും ഉദാത്തമായ മാർഗമായിരുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന വിഷപ്രഖ്യാപനയിലൂടെ നിരീക്ഷണവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ ഖുർആനിൽ ഇന്നും സാധിക്കുന്നുണ്ട്.